ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. 92ാമത് ശിവഗിരി തീർത്ഥാടനം ഡിസംബർ 15 തുടങ്ങി ജനുവരി 5 വരെ ആചരിക്കുന്നു. ഡിസംബർ 30, 31, ജനുവരി 1 എന്നിവയാണ് തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാന ദിവസങ്ങൾ. തീർത്ഥാടകരുടെ വർദ്ധിച്ച പങ്കാളിത്തം കണക്കിലെടുത്ത് ഇക്കുറി ദിവസങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ആത്മീയ വളർച്ചയ്ക്കും സാമൂഹിക സമത്വത്തിനും ആത്മസാക്ഷാത്കാരത്തിനും ഊന്നൽ നൽകിയ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ ഭക്തർ ഹൃദയത്തിലേറ്റുന്നു. നാളെ ഡിസംബർ 31 രാവിലെ 5:30 ഗുരുദേവ മഹാസമാധിയിൽ നിന്നും അലങ്കരിച്ച ഗുരുദേവ ഋഷയ്ക്ക് സന്യാസിമാരുടെയും പീതാംബരധാരികളായ പദയാത്രികരുടെയും തീർത്ഥാടകരുടെയും അകമ്പടിയോടെ തീർത്ഥാടന ഘോഷയാത്ര പുറപ്പെടും. പുതുവത്സര ദിനമായ ജനുവരി 1 രാവിലെ 8 മഹാസമാധിയിൽ ഗുരുദേവ പ്രതിമാ പ്രതിഷ്ഠാദിന വിശേഷാൽ പൂജകളും നടക്കും. ശിവഗിരി തീർത്ഥാടന കാലത്ത് ശിവഗിരി മഠം ആത്മീയ പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും ഊർജ്ജസ്വലമായ കേന്ദ്രമായി മാറുന്നു. ബുദ്ധൻ്റെ 5 ശുദ്ധീകരണ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന 10 ദിവസത്തെ ശുദ്ധീകരണ പ്രക്രിയയിൽ തീർത്ഥാടകർ പങ്കെടുക്കുന്നു. ഈ ശുദ്ധീകരണ ചടങ്ങ് ആഴത്തിലുള്ള ആത്മീയ ബന്ധത്തിനും ആത്മവിചിന്തനത്തിനും ഭക്തരെ സജ്ജമാക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹിക സേവനത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ബഹുമുഖ സ്ഥാപനമാണ് ശിവഗിരി മഠം. അതിൻ്റെ പരിസരത്ത് പ്രാദേശിക സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകുന്ന ഒരു പ്രാഥമിക വിദ്യാലയവും ഒരു നൈറ്റ് സ്കൂളും കാണാം. ഗുരുവിൻ്റെ വസതി, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസ്തുക്കൾ പ്രദർശിപ്പിക്കൽ, മനോഹരമായി രൂപകൽപ്പന ചെയ്ത ശാരദാമഠം ക്ഷേത്രം എന്നിവയും മഠത്തിൻ്റെ സവിശേഷതകളാണ്. ഈ പുണ്യസ്ഥലങ്ങൾ ഗുരുവിൻ്റെ പൈതൃകം ഉൾക്കൊള്ളുകയും ഭക്തരെയും സന്ദർശകരെയും ഒരേപോലെ പ്രചോദനം ചെയ്യുകയും ചെയ്യുന്നു. ഒരു ജാതി, ഒരു മതം, എല്ലാവർക്കും ഒരു ദൈവം എന്ന അദ്ദേഹത്തിൻ്റെ പ്രതിരൂപമായ വാചകം സാമൂഹികവും ആത്മീയവുമായ ഐക്യം എല്ലാ ഭക്തർക്കും നൽകുമാറാകട്ടെ. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ.